ഒരിക്കൽ മഹാവിഷ്ണുവും ബ്രഹ്മാവും പരമശിവനെ കാണുന്നതിനായി ഹിമാലയത്തിൽ വന്നു ചേർന്നു. ഏറെ നേരം അവിടെ നിന്നുവെങ്കിലും അവർക്ക് ഭഗവാനെ കാണുവാനായില്ല. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, ബ്രഹ്മദേവ, ഭഗവാൻ ശിവൻ നമ്മുടെ വരവ് മുൻകൂട്ടി അറിഞ്ഞ് അപ്രത്യക്ഷനായതാണോ? ഏതായാലും നമുക്കൊന്ന് അന്വേഷിക്കാം. അങ്ങനെ മഹാവിഷ്ണുവും ബ്രഹ്മദേവനും ഹിമാലയത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരമശിവനെ അന്വേഷിച്ചു. ആ സമയം കൈലാസത്തിൽ വിളങ്ങുന്ന അതിഥി ദിവ്യ തേജസ്സോടുകൂടിയ ശിവലിംഗം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ മഹാലിംഗത്തിന്റെ ചുവടറ്റവും മുകളറ്റവും പാതാളത്തെയും ആകാശത്തെയും അതിക്രമിച്ച് നിൽക്കുന്നു. വിശിഷ്ടമായ ശിവലിംഗത്തിന്റെ ആദ്യാവസാനം കണ്ടവർ ആരുണ്ട്? ഭക്തി പരാവശ്യത്തോടെ ശിവലിംഗത്തെ നോക്കി നിൽക്കവേ ബ്രഹ്മാവ് അഭിപ്രായപ്പെട്ടു, മഹാവിഷ്ണു, അവിടുന്ന് ഈ ലിംഗരൂപം കണ്ടിട്ടില്ലേ? എത്ര വിശിഷ്ടമായിരിക്കുന്നു! ശംഭുദേവന്റെ സാന്നിധ്യമിളങ്ങുന്ന ഈ ലിംഗത്തിന്റെ ആരംഭവും അവസാനവും നമുക്ക് കണ്ടെത്തുവാൻ ശ്രമിച്ചാലോ? ഭഗവാൻ നാൻമുഖന്റെ നിർദ്ദേശം നാരായണനും അംഗീകരിച്ചു. അങ്ങനെ ഇരുവരും യാത്ര തുടങ്ങി. ബ്രഹ്മദേവൻ കീഴ്ഭാഗത്തോടും മഹാവിഷ്ണു മുകൾ ഭാഗത്തോടും സഞ്ചരിച്ചു. ഈ യാത്ര വർഷങ്ങളോളം നീണ്ടുനിന്നു. ശിവലിംഗത്തിന്റെ ആരംഭമോ അവസാനമോ കണ്ടെത്തുവാൻ ഇരുവർക്കും കഴിഞ്ഞില്ല. ഒടുവിൽ നിരാശരായി തീർന്ന ബ്രഹ്മാവും മഹാവിഷ്ണുവും തിരികെ കൈലാസത്തിലേക്ക് തന്നെ മടങ്ങി. ദേവാ, ശിവലിംഗത്തിന്റെ ആദ്യാവസാനങ്ങൾ കണ്ടെത്തുന്നതിൽ നമ്മൾ പരാജിതരായിരിക്കുന്നു. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന നമുക്ക് പോലും അപ്രാപ്യനാണ് ഭഗവാൻ എന്ന വസ്തുത എനിക്ക് ആനന്ദം നൽകുന്നു. ബ്രഹ്മദേവ, നമുക്ക് ഭഗവാൻ ശംഭുവിനെ സ്തുതിക്കാം. ആശ്രയിക്കുന്നവർക്ക് വരദായകനല്ലേ ദേവൻ? മഹാവിഷ്ണു നിർദ്ദേശിച്ചു. ബ്രഹ്മാവും മഹാവിഷ്ണുവും ശിവനെ സ്തുതിച്ചു തുടങ്ങി. അവരുടെ പ്രവൃത്തിയിൽ സംപ്രീതനായ പരമശിവൻ പ്രത്യക്ഷനായി അന്വേഷിച്ചു, അല്ലയോ ദേവകളെ, നിങ്ങളുടെ സ്തുതിയിൽ ഞാൻ സന്തുഷ്ടനാണ്. പറയുക, എന്തു വരമാണ് വേണ്ടത്? ദേവ, അവിടുന്ന് വരം നൽകുവാൻ വാസ്തവത്തിൽ ഇച്ഛിക്കുന്നുവെങ്കിൽ അവിടുന്ന് എൻ്റെ പുത്രനായി ജന്മം കൊള്ളുക. ബ്രഹ്മദേവൻ ആവശ്യപ്പെട്ടു. ബ്രഹ്മദേവന്റെ അർത്ഥന പരമശിവനെ ചൊടിപ്പിച്ചു. വരം ആവശ്യപ്പെടുന്നത് നന്ന്, പക്ഷേ അത് വരദായകനേക്കാൾ ശ്രേഷ്ഠനാകുവാനുള്ള താല്പര്യമുള്ളിൽ വഹിക്കുന്നതാകരുത്. ദേവ, എന്നെ പുത്രനായി ലഭിക്കുവാനുള്ള താങ്കളുടെ മോഹം അതിര് കടന്നതാണ്. ഈ അതിമോഹത്താൽ ഇനിയൊരിക്കലും ആരും താങ്കളെ പൂജിക്കാതെ പോകട്ടെ എന്നിങ്ങനെ പരമശിവൻ ബ്രഹ്മദേവനെ ശപിച്ചു. അന്നു മുതൽക്കാണ് ആരും ബ്രഹ്മദേവനെ പൂജിക്കാതെയായത്. ബ്രഹ്മദേവനെ ശപിച്ച ശേഷം പരമശിവൻ മഹാവിഷ്ണുവിനോട് എന്തു വരം വേണമെന്ന് ചോദിച്ചു. ശങ്കര, ത്രിമൂർത്തികളിലും അവിടുന്ന് ശ്രേഷ്ഠനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ ദേവ, അവിടുത്തെ പാദ ശുശ്രൂഷകനാകുവാനുള്ള അവസരം എനിക്ക് നൽകിയാലും. മഹാവിഷ്ണു അഭ്യർത്ഥിച്ചു. മഹാവിഷ്ണുവിന്റെ അപേക്ഷ പരമശിവനെ സന്തുഷ്ടനാക്കി തീർത്തു. അദ്ദേഹം അരുളി ചെയ്തു, മഹാവിഷ്ണു, താങ്കൾ എൻ്റെ പാദ ശുശ്രൂഷകൻ എന്നതിലുപരി എൻ്റെ ശക്തി തന്നെയായി അവതരിക്കും. അതനുസരിച്ച് മഹാവിഷ്ണു ശിവന്റെ ശക്തിയായി ജന്മം കൊണ്ടു. ഈ ശക്തിയാണ് പാർവതി എന്ന് വിശ്വസിക്കുന്നു.